ഡഗ്ഗൂസ് ലെറ്റ് സ്റ്റാർട്ട്. വിന്റർ സീസൺ ആവുന്നതിന് മുൻപേ മൈഗ്രേഷൻ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഗൂസ് പക്ഷികളെല്ലാം. അപ്പോഴാണ് നമ്മുടെ ഹീറോ ആയ പെങ്ങിന്റെ വരവ്. കൂട്ടത്തിലെ ഹീറോ ആണ്, ഏറ്റവും കൂടുതൽ കഴിവുള്ളവനാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന പെങ്ങിപ്പോ ട്രെയിനിങ് നടത്തുന്ന ഗൂസ് പക്ഷികളുടെ ഇടയിലേക്ക് ചെന്ന് നമ്മൾ എന്തിനാ ലീഡറെ ഇങ്ങനെ വി ഷേപ്പിൽ പറക്കുന്നേ, നമുക്ക് വേറെ ലെറ്റേഴ്സിന്റെ ഷേപ്പിൽ പറന്നൂടെ എന്നെല്ലാം ചോദിച്ച് ട്രെയിനിങ് ആകെ കൊളവാക്കി അവിടെ ഉണ്ടായിരുന്ന ഗൂസ് പക്ഷികളെയും കൊണ്ട് ഈ മേഘങ്ങൾക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുവാണ്. ഇവന്റെ ഈ സ്വഭാവം കാരണം ഗൂസുകളുടെ നേതാവിന് പെങ്ങിനെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. ഇതേ പരിസരത്തായിട്ട് ഒരാള് താറാവുകളുമായിട്ട് പോകുന്നുണ്ട്. കൂട്ടത്തിലെ ചോ എന്ന താറാവാവട്ടെ ഇപ്പൊ പുഴുവിനെ പിടിക്കാൻ വരുമ്പോ അവന്റെ ചേച്ചിയായ ചീ വന്നിട്ട് മോനെ കൂട്ടം തെറ്റി പോവല്ലേ എന്ന് പറയുന്നു. പെങ് അവിടെ നിന്ന് നേരെ വരുന്നത് അവന്റെ കാമുകിയായിട്ടുള്ള ജിൻജിന്റെ അടുത്തോട്ടാണ്. നേതാവിന്റെ മകള് കൂടിയായ ഇവളെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കലാണ് പെങ്ങിന്റെ പ്രധാന പരിപാടി. ഇപ്പൊ ഇങ്ങനെ പറന്ന് നടന്ന് അങ്ങനെ അവസാനം എവിടെ ഒരു മരത്തിൽ പോയി ഇടിച്ച് ഇവൻ നേരെ ഈ താറാവ് കൂട്ടത്തിന്റെ അടുത്തോട്ട് എത്തുമ്പോൾ ചീയും ചോയും ആവട്ടെ കൂട്ടം തെറ്റി പോകുന്നു. പെങ്ങാണെങ്കിൽ നേരെ പോയി വെള്ളത്തിലോട്ടും വീഴുന്നുണ്ട്. ആ സമയം രണ്ട് കൊറ്റികൾ അവിടെ ഉണ്ടായിരുന്നു. അവര് പെങ്ങിനോട് നീ ഇന്നും വീണോടാ, നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളും കൂടെ വരാമെന്ന് വിചാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം പെങ്ങിന്റെ സുഹൃത്തായിട്ടുള്ള ആമച്ചേട്ടനും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ജിൻജിൻ വന്ന് നീ വീണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഈ ഗൂസുകളുടെ നേതാവ് വന്നിട്ട് പെങ് നിന്റെ ഈ സ്വഭാവം വെച്ച് ഇത്തവണ മൈഗ്രേഷന് നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞങ്ങൾ എല്ലാവരും മൈഗ്രേഷൻ ഒന്നിച്ച് നടത്തും, നീ തനിയെ വന്നാൽ മതി എന്നൊക്കെ പറയാണ്. ജിൻജിന്റെ അച്ഛനോട് അച്ഛൻ അങ്ങനെ ചെയ്യല്ലേ, അവനൊരു പാവല്ലേ, അവൻ നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ പെങ്ങാണെങ്കിൽ പറയുന്നുണ്ട് എനിക്കതിന്റെ ആവശ്യമില്ല, എനിക്ക് ഒറ്റയ്ക്ക് പറക്കുന്നതാണ് നല്ലതെന്ന്. ഈ സമയം കൂട്ടം തെറ്റിയ ചീയെയും ചോയെയും നോക്കിക്കൊണ്ട് ഒരൊറ്റ കണ്ണൻ പൂച്ച നിൽപ്പുണ്ടായിരുന്നു. ഇവിടെ ആവട്ടെ പെങ്ങ് നമ്മുടെ ആമച്ചേട്ടനോട് വന്ന് സങ്കടം പറയാണ്, അയാൾക്ക് എന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന്. എനിക്ക് ചിറകുണ്ടല്ലോ, അവരെക്കാ സ്പീഡിൽ ഞാൻ പറക്കുകയും ചെയ്യും, അവരെത്തുന്നതിന് മുൻപ് ഞാൻ മൈഗ്രേറ്റ് ചെയ്ത് ആ സ്ഥലത്ത് എത്തിക്കാണും എന്നൊക്കെ അവൻ വീമ്പ് പറഞ്ഞ് അങ്ങനെ അപ്പാടെ അവിടെ റെസ്റ്റ് എടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരമാണ് മൈഗ്രേഷൻ, പക്ഷെ എല്ലാവരും പെങ്ങിനോട് പറഞ്ഞത് നാളെ രാവിലെയാണെന്നാണ്. അങ്ങനെ പെങ് അറിയാതെ ഇവിടെ നിന്ന് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തോട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത്. രാത്രിയായപ്പോൾ ഒറ്റക്കണ്ണം പൂച്ച പോയി കാണുമെന്ന് കരുതി ചീയും ചോയും പുറത്തിറങ്ങുമ്പോൾ ആ പൂച്ച ഇവരെ പിടിക്കാൻ വരികയാണ്. ഇവർ ഓടി ഓടിയിട്ട് ഉറങ്ങിക്കിടക്കുന്ന പെങ്ങിന്റെ അടുത്തോട്ട് പോയി. അങ്ങനെ ഒറ്റക്കണ്ണം പൂച്ച ഇപ്പൊ പെങ്ങിന്റെ അടുത്തോട്ട് ചാടി വീഴുമ്പോൾ അങ്ങോട്ട് മാറി നിന്നടാ എന്നും പറഞ്ഞ പെങ്ങ് അവനെ നേരെ വെള്ളത്തിലേക്ക് തട്ടിയിട്ടു. എന്നിട്ട് അപ്പാടെ വന്ന് കിടന്നുറങ്ങാണ്. പിറ്റേ ദിവസമാണ് ഇവന്റെ കൂടെ നമ്മുടെ താറാ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പെങ്ങിന് മനസ്സിലാവുന്നത്. ചോ ആണെങ്കിൽ എണീറ്റപാട് അമ്മേ എന്നാണ് പെങ്ങിനെ നോക്കി വിളിക്കുന്നത്. എടാ ഞാനൊരു ആൺ ഗൂസ് പക്ഷിയാ, ഞാൻ നിന്റെ അമ്മയൊന്നും അല്ല എന്ന് നമ്മുടെ പെങ്ങ് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ചോദ്യമൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ചീ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കൂട്ടം തെറ്റിയതാണ്, നിങ്ങൾ ഇന്നലെ പറന്നിട്ട് താറാവ് കൂട്ടത്തിന്റെ അടുത്ത് വന്നില്ലേ, അങ്ങനെയാണ് ഞങ്ങൾ കൂട്ടം തെറ്റിയത്, ഞങ്ങളെ കൂട്ടത്തിലേക്ക് എത്തിക്കുമെന്ന്. പെങ്ങ് പറ്റത്തില്ല എന്നും പറഞ്ഞ ഒരൊറ്റ പറക്കല് നേരെ പോയി അവിടെയുള്ള മണിയിലിടിച്ച് ആ മണി പൊട്ടി വീണ് ഇവന്റെ ചിറകിന്റെ മുകളിലൂടെ ഒരു ഇങ്ങനെ പാസ് ചെയ്തു. അങ്ങനെ നമ്മുടെ പെങ്ങിന്റെ ചിറകൊടിഞ്ഞ സ്ഥിതിക്ക് അവന് ഇനി അവന്റെ കൂട്ടത്തിനടുത്തോട്ട് പറന്നെത്താൻ പറ്റത്തില്ല. കുട്ടികളോട് അവൻ സഹായം ചോദിച്ചു. കുട്ടികൾ പറഞ്ഞു പറ്റത്തില്ല, നിന്നെയും കൊണ്ട് എങ്ങനെ പോകാനായിട്ടാ, നിന്റെ വെയിറ്റും കൂടെ താങ്ങാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ പെങ്ങിന് അവന്റെ കൂട്ടത്തിന് അടുത്തോട്ട് എത്തണമെങ്കിൽ ആരെങ്കിലും കമ്പാനിയൻ ആയിട്ട് വേണം, കാരണം ഇവനൊരു ചിറകില്ല. ആമക്കുഞ്ഞിനെ വിളിക്കുകയാണെങ്കിൽ ആമക്കുഞ്ഞാണെങ്കിൽ സ്ലോ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ പെങ്ങിന്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നു. ചീയും ചോയും എന്തായാലും അവരുടെ കൂട്ടത്തിന് അരികിലോട്ട് പോകണം എന്നും പറഞ്ഞ് ഇവന്റെ പിറകെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. ഇവൻ നേരെ നമ്മുടെ താറാ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പോയിട്ട് നിങ്ങളുടെ കൂട്ടത്തിനരികിൽ എത്താൻ ഞാൻ സഹായിക്കാം എന്ന് പറയുമ്പോൾ ചീ പറഞ്ഞു ഇന്നലെ വരെ നിങ്ങൾക്ക് വലിയ വീമ്പായിരുന്നല്ലോ, ഇപ്പൊ എന്താ പെട്ടെന്ന് സഹായിക്കാം എന്ന് പറഞ്ഞേന്ന്. ചോ അപ്പോഴേക്കും ഇവന്റെ തലയിലോട്ട് കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. വാ കൂടുതലൊന്നും പറയാൻ സമയമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്നും പറഞ്ഞ് പെങ്ങ് ഇവരെ കൂട്ടിക്കൊണ്ടു പോവാണ്. പോകുന്ന വഴിക്ക് ഈ യാത്രക്കിടയിൽ എന്നോട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്, എന്നെ നിങ്ങൾ അമ്മ എന്ന് വിളിക്കരുത്, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് ഒരുപാട് റൂളുകൾ നമ്മുടെ പെങ്ങ് പറയുന്നുണ്ട്. പിന്നെ ചോ അവിടെ ഇവിടെയും തട്ടിമുട്ടി നിൽക്കുന്നത് കൊണ്ട് അവനെ ഇങ്ങനെ കഴുത്തിൽ കുരുക്കിട്ടിട്ടൊക്കെയാണ് പിടിച്ചേക്കുന്നത്. ഇതേ സമയം ഒറ്റ കണ്ണൻ പൂച്ച ഇന്നലെ വെള്ളത്തിലോട്ട് വീണിട്ടുണ്ടായിരുന്നല്ലോ, അവനിപ്പോ കരയിലോട്ട് കയറി വരുമ്പോൾ നമ്മുടെ ആമക്കുഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു. ആമക്കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പെങ്ങും ആ പിള്ളേരും എവിടാ പോയതെന്ന് ഇവൻ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പൂച്ച പോകുമ്പോൾ നമ്മുടെ ആമക്കുഞ്ഞാണെങ്കിൽ അവരോട് ആദ്യം പോയി ഞാൻ മുന്നറിയിപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ് സ്പീഡിൽ ഓടാൻ നോക്കുകയാണ്. പക്ഷെ ആമയുടെ സ്പീഡല്ലേ, ഒച്ച അതിനേക്കാൾ സ്പീഡിൽ പോകുന്നുണ്ടെന്ന് വേണം പറയാനായിട്ട്. പെങ്ങും നമ്മുടെ താറാ കുഞ്ഞുങ്ങളും ഇതൊന്നും അറിയാതെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ചീയാവട്ടെ നിങ്ങൾക്ക് വഴി അറിയോ, നിങ്ങൾ ഏത് വഴിയാ പൊക്കോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പെങ്ങ് പറഞ്ഞു എനിക്ക് ഒരുപാട് മൈഗ്രേഷൻ ചെയ്ത് നല്ല പരിചയമുണ്ട്, ഞാൻ പോവാത്ത വഴിയിലൂടെയൊക്കെ നിങ്ങളെ ഞാനിപ്പോൾ കൊണ്ടുപോകുന്നു വിചാരിക്കുന്നുണ്ടോ, ഈ വഴിയൊക്കെ എനിക്ക് പച്ചവെള്ളം പോലെ അറിയാം, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്നങ്ങ് പറഞ്ഞ് നമ്മുടെ
നമ്മുടെ ചിയ ചുമ്മാ വഴക്ക് പറയാണ്. ഇവിടെ പെങ്ങിന്റെ കൂട്ടത്തിലുള്ള ബാക്കി ഗൂസ് പക്ഷികളൊക്കെ തന്നെ പോകുമ്പോൾ ജിഞ്ചിന് ഭയങ്കര സങ്കടം. അവൾ അച്ഛനോട് പറഞ്ഞു പെങ്ങിനെ കൂടെ കൂട്ടായിരുന്നു കേട്ടോ എന്ന്. ഇതേ സമയം പെങ്ങും നമ്മുടെ താറാ കുഞ്ഞുങ്ങളും ഇപ്പോൾ ഒരു പാഡി ഫീൽഡിന്റെ അടുത്തെത്തി, അതായത് വയലിന്റെ അടുത്തെത്തി. അവിടെ വെള്ളം പോവാനായി കെട്ടിയിട്ട പൈപ്പിലൂടെ ഇവർ പാസ് ചെയ്ത് പോവാണ്. അവർ നേരെ പോയി വെള്ളത്തിലോട്ട് വീഴുന്നുണ്ട്. ഈ വെള്ളത്തിൽ വീണപ്പോൾ ഈ വഴിയായി നിങ്ങൾ പോവാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ചീയും ചോയും പെങ്ങിനോട്. അങ്ങനെ രാത്രി ഭയങ്കര മഴ, എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ കണ്ടുപിടിക്കണം, രാത്രി കുഞ്ഞുങ്ങളുമായിട്ടുള്ള പോക്ക് നടക്കത്തില്ല. അങ്ങനെയാണ് അവരൊരു കോഴിക്കൂട് കാണുന്നത്. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്ന പെങ്ങിനെ ആ കോഴിയമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അന്നേരം പൂവൻകോഴി പറയുന്നുണ്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന്. പക്ഷെ കോഴിയമ്മ പറഞ്ഞു പാവങ്ങളല്ലേ, ഇന്നൊരു രാത്രി ഇവിടെ നിന്നോട്ടെ. അങ്ങനെ രാത്രിയിൽ നമ്മുടെ പെങ്ങും താറാ കുഞ്ഞുങ്ങളും അവിടെ താമസിക്കാന്ന് വിചാരിച്ചു. പക്ഷേ ചോയ്ക്കാണെങ്കിൽ കഥകൾ കേൾക്കാണ്ട് ഉറക്കം വരാത്തൊരു ടൈപ്പാണ്. പെങ്ങിനോട് കഥ പറഞ്ഞു കൊടുക്കോ എന്ന് നമ്മുടെ ചോദിക്കുമ്പോൾ പെങ്ങാവട്ടെ ഒടുക്കത്തൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം രാത്രിയിൽ നിങ്ങൾ രണ്ടുപേരും കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിന്നു. അങ്ങനെ നല്ല മൂടൽമഞ്ഞുള്ള രാത്രിയിൽ നിങ്ങൾ ഒരു കുളത്തിലോട്ട് ഇറങ്ങി. ആ കുളത്തിൽ നിങ്ങൾ ഇങ്ങനെ നീന്തി നടക്കുന്ന സമയത്ത് ഒരു ശബ്ദം, ടുട്ടും ടുട്ടും. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ ദേ അവിടെ വലിയൊരു മോൺസ്റ്റർ. ഇത് കേട്ടതും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഇങ്ങനാണോ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് കോഴിയമ്മ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് നല്ലൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പെങ്ങാണെങ്കിൽ സൗകര്യം എന്നും പറഞ്ഞ് ഉറങ്ങുന്നുണ്ട്. ഈ സമയത്ത് ആ ഒറ്റ കണ്ണൻ പൂച്ച ഇവരുടെ മണം പിടിച്ചു വരുന്നുണ്ടായിരുന്നു. നേരം വെളുത്തതും ഇവരറിയാതെ പെങ്ങ് അവിടെ നിന്ന് മുങ്ങാൻ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് നമ്മുടെ താറാ കുഞ്ഞുങ്ങളെ ശബ്ദം കേട്ട് വെളിയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു വാമപ്പിന് വേണ്ടി ഇറങ്ങിയതാ, എൻ്റെ എക്സസൈസ് കഴിഞ്ഞു, നമുക്കേ ഇനി അധികം ലേറ്റ് ആവാതെ ഇവിടെ നിന്ന് പോവാം എന്നും പറഞ്ഞ് താറാ കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ട് പെങ്ങ് പോകുമ്പോൾ അവനൊരു ഇച്ചിരി മെച്യൂരിറ്റി വന്നാൽ മതിയായിരുന്നു എന്ന് കോഴിയമ്മ വിചാരിക്കുന്നുണ്ട്. ചോക്കാണെങ്കിൽ ഇപ്പോൾ വിശക്കുന്നുണ്ട്. വിശന്ന അവനല്ലാതാകുമെന്ന് ചീ പറയുന്നതിന് മുൻപേ അവൻ കടന്ന് അലറി വിളിക്കാൻ തുടങ്ങി. പെങ്ങാണെങ്കിൽ ഇപ്പോൾ ഒരു ലാർവ എടുത്തോണ്ട് അവന്റെ വയറ്റിലോട്ട് ഇട്ടപ്പോൾ അത് അവൻ ഛർദ്ദിച്ചു. ശേഷം നമ്മുടെ ചീ കൊടുക്കുന്ന ഫുഡ് വാങ്ങി കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ കണ്ണും പൂച്ച കോഴികളുടെ അടുത്ത് വന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പെങ്ങും കുട്ടികളും എവിടെയാ പോയതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഇവരങ്ങനെ നടന്ന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വഴി കാണുന്നുണ്ട്. അവിടെ ഇവരൊരു വണ്ടി പോലെ കാണുകയാണ്. ഒരു ലേഡി ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ എളുപ്പം ഇവർക്ക് ഇവിടെ നിന്ന് കടക്കാനായിട്ട് ആ വണ്ടിയിലോട്ട് ഇവർ കയറിയിരിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ പൂച്ചയും അത് കാണുകയാണ്. ആ വണ്ടി എവിടെയോ തള്ളിത്തെറിഞ്ഞ് വീണപ്പോൾ ഇവർ തൊട്ടപ്പുറത്തൂടെ പോരുന്ന ഒരു ട്രക്കിലോട്ട് വീണു. ആ ട്രക്കിൽ നിറയെ പന്നികളായിരുന്നു. അവറ്റകളാണെങ്കിൽ നമ്മുടെ പെങ്ങിനെയും താറാ കുഞ്ഞുങ്ങളെയും അവിടെയും ഇവിടെയും വന്ന് മുട്ടുന്നൊക്കെയുണ്ട്. അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് ആ വണ്ടിയിൽ ആ ബാക്ക് ഭാഗം മറിഞ്ഞിട്ട് ഇവർ വെളിയിലോട്ട് വീണു. ആ വണ്ടി അപ്പാടെ പോയി ഒറ്റക്കണ്ണം പൂച്ചയുടെ അടുത്തും വീണു. പെങ്ങും താറാ കുട്ടികളും രക്ഷപ്പെട്ട് അവരെങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആയപ്പോഴേക്ക് പെങ്ങ് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരെ ചൈന വൻമതിലിന്റെ ഇപ്പുറത്തെത്തി. കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പെങ്ങാവട്ടെ ഇപ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ചീയും ചോയോ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ അവനെ ഇവരെ എഴുന്നേൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ പെങ്ങ് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കൂട്ടത്തിനരികിൽ എത്തണം എന്നൊക്കെയുണ്ട്, പക്ഷെ എൻ്റെ ചിറകൊടിഞ്ഞു പോയില്ലേ എന്നൊക്കെ. അപ്പോൾ ചീ പറഞ്ഞു എനിക്കും പറക്കാൻ ആഗ്രഹമാണ്, പക്ഷേ ഞാൻ ഒരു താറാവല്ലേ, എന്നെക്കൊണ്ട് അതിന് പറ്റുമോ എന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ പെങ്ങ് ചോദിക്കുന്നുണ്ട് പറക്കാനാണോ കാര്യം എന്ന് പറഞ്ഞ് ഒരു മരത്തിൽ ഇവരെ ഉരുട്ടിവിട്ട് പറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചീയും ചോയും കുറച്ചു നേരം പറഞ്ഞു. രണ്ടുപേരും കരിയിലക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് വന്ന് വീണു. അങ്ങനെ ചീയെ നമ്മുടെ പെങ്ങ് കണ്ടുപിടിച്ചു. പക്ഷെ ചോയെ കാണുന്നില്ല. ആ കുസൃതി കൊടുക്കത് എവിടെ പോയി എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയം നമ്മുടെ പെങ്ങിന്റെ കൂട്ടം ഗൂസ് കൂട്ടം ആവട്ടെ ഇപ്പോൾ ഒരു തടാകത്തിൽ വന്നിരുന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് പോവാം എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണ്. അപ്പോഴും ജിഞ്ചൻ പറഞ്ഞു പെങ്ങ് വരുന്നത് വരെ വെയിറ്റ് ചെയ്താലോ എന്ന്. പക്ഷെ അച്ഛൻ അത് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അവൻ അത്ര വലിയ കഴിവൊന്നുമില്ല, അവൻ അത്ര വലിയ കഴിവുള്ളവനാണെങ്കിൽ ഒറ്റയ്ക്ക് വരട്ടെ എന്ന് പറയാണ് അച്ഛൻ. ഇപ്പോൾ ചീയും പെങ്ങും കൂടെ ചോയ അന്വേഷിച്ചൊരു ഗുഹയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അവന് ഇരുട്ടത്ത് പോവത്തില്ല എന്ന് കരുതിയ പെങ്ങിന് തെറ്റി. അവൻ ആ ഗുഹയ്ക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ദേ ചേച്ചി പെങ്ങേ, ദേ ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് ചോ വിളിച്ചു പറയാണ്. പേടിച്ച് അവർ രണ്ടും അകത്തോട്ട് കടന്നു. അതിനകത്താണെങ്കിൽ ഒത്തിരി ഞണ്ടുകളും എട്ടുകാലികളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നോക്കാതെ പെങ്ങും ചീയും അകത്തോട്ട് കടക്കുമ്പോൾ അവിടെ ഒത്തിരി ലൈറ്റ് കത്തുന്ന രീതിയിലുള്ള വേംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള വെളിച്ചത്തിൽ ഇവരിങ്ങനെ ഈ നിഴലിൽ നോക്കി കളിക്കുമ്പോൾ ആ ഒറ്റ കണ്ണൻ പൂച്ച അങ്ങോട്ട് വന്നേക്കുന്നു. ഇവർ 3 പേരും ഓടുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ പല പാറകളൊക്കെ പൊട്ടി വീഴുന്നുണ്ട്. ആ പാറക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒറ്റ കണ്ണൻ പൂച്ച പെട്ടുപോവാണ്. ഇവര് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് വെളിയിലോട്ട് എത്തുകയും ചെയ്തു. അങ്ങനെ ഇവർ വെള്ളത്തിലോട്ട് വീണു. ആ വെള്ളമാണെങ്കിൽ അവസാനം വെള്ളച്ചാട്ടമായിട്ട് ഇപ്പോൾ അവർ വെള്ളത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ
അങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ടു എന്ന് പറയാം. അങ്ങനെ കരയിലോട്ട് കയറി കിടക്കാണ്. പെങ്ങ് ഇവരെ രക്ഷപ്പെടുത്തിയത് കാണുമ്പോൾ ചീയും ചോയും പറയുന്നുണ്ട്, നിങ്ങളെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു, പക്ഷെ കുഴപ്പമില്ലെന്ന്. അപ്പോഴേക്ക് ഇവര് പോവേണ്ട സ്ഥലം പ്ലസന്റ് വാലി എന്ന സ്ഥലത്തോട്ടാണ്. ആ വശത്തോട്ട് പോകുന്ന താറാക്കൂട്ടത്തെ ചീയും ചോയും കാണുന്നുണ്ട്. അന്നേരം പെങ്ങിന്റെ കൂട്ടം ആവട്ടെ ഇവിടെ നിന്ന് പറന്നു പോകുന്നത് പെങ്ങ് കാണുകയാണ്. അങ്ങനെ പെങ്ങ് ഏയ് നിക്കെന്നും പറഞ്ഞ് അവരെ വിളിക്കുമ്പോഴാണ് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നത് പെങ്ങ് ശരിക്കും അവരെ ഉപയോഗിച്ച് അവന്റെ കൂട്ടത്തെ കണ്ടെത്താൻ ശ്രമിക്കുമായിരുന്നു, അല്ലാതെ ഇവരെ സഹായിക്കാൻ നോക്കുമല്ലായിരുന്നു എന്നൊക്കെ. അങ്ങനെ ചീയും ചോയും ഞങ്ങൾ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് പോകുന്നു. പെങ്ങ് വേറൊരു ഡയറക്ഷനിലേക്കും. ഈ സമയം ഒറ്റക്കണ്ണം പൂച്ച ഇവിടെ നിന്നും എഴുന്നേറ്റ് വരുന്നുണ്ട്. പെങ്ങ് ഇപ്പോൾ തന്റെ കൂട്ടത്തിന്റെ അടുത്തെത്താൻ നോക്കിയിട്ട് അവസാനം ഒരു പാറക്കെട്ടിൽ നിന്ന് താഴോട്ട് വീഴുമ്പോൾ പറക്കുന്ന ഒരു അണ്ണ വന്ന് അവനെ രക്ഷപ്പെടുത്തുകയാണ്. ഈ അണ്ണാരെ കണ്ണനോട് പെങ്ങ് ചോദിച്ചു, എൻ്റെ ഈ കൈ മുറിഞ്ഞിരിക്കുകയാണ്, ചിറക് മുറിഞ്ഞിരിക്കുകയാണ്, അത് നിനക്ക് ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. വൈ നോട്ട്, ഞാൻ ഇവിടുത്തെ ഡോക്ടറാ, ഞാൻ നിനക്ക് ശരിയാക്കി തരാമെന്ന് പറയാണ് ആ അണ്ണാൻകുഞ്ഞ്. ചീയും ചോയും ആവട്ടെ അന്ന് പെങ്ങ് പറഞ്ഞു കൊടുത്ത കഥയിലേതുപോലെ രാത്രി മൂടൽമഞ്ഞുള്ള ഒരു സമയത്ത് തടാകത്തിലോട്ട് വീണ് അവിടെ ഒരു മരക്കമ്പ് കണ്ട് പേടിക്കുന്നുണ്ട്. ഈ അണ്ണാൻകുഞ്ഞ് നമ്മുടെ പെങ്ങിന്റെ ചിറക് ശരിയാക്കാൻ വേണ്ടി നമ്മൾ കൈയൊടിഞ്ഞ സ്കെയിൽ വെച്ച് കെട്ടത്തില്ലേ, അതേ കൂട്ടൊരു വടി വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് നാളെ നിന്നെ ട്രെയിനിങ് ചെയ്യിപ്പിച്ച് നിനക്ക് നല്ല രീതിയിൽ പറക്കാൻ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പെങ്ങിന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്നേരം അണ്ണാൻകുഞ്ഞ് പറഞ്ഞു, എന്നെ കാണുന്ന എല്ലാവരും അങ്ങനെ തന്നെ പറയാറുള്ളത്, പക്ഷെ നമ്മുടെ കഴിവുകൾ നമ്മൾ അംഗീകരിച്ചാലേ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുള്ളൂ എന്ന്. ഇവിടെ ചീയും ചോയും രാത്രി പേടിച്ചരണ്ട് ഇരിപ്പുണ്ട്. പെങ്ങാവട്ടെ ഇപ്പോൾ ഈ അണ്ണാൻകുഞ്ഞ് പറക്കാൻ വേണ്ടി ട്രെയിനിങ് കൊടുത്തിട്ട് മരത്തിന് കീഴിൽ കെട്ടിത്തൂക്കി അവനെ ഇപ്പോൾ കയറൂരി വിടുകയാണ്. കയറയിൽ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നീ എവിടെയും വീഴത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ബമ്പി ജമ്പൊക്കെ പറയില്ലേ, അത് കൂട്ടാണ് ഇവനെ കൊണ്ട് നമ്മുടെ അണ്ണാൻകുഞ്ഞ് ഓരോന്ന് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു വടി വെച്ച് കെട്ടിയിട്ട് നമ്മുടെ പെങ്ങ് വളരെ പെട്ടെന്ന് പറക്കാനായി പഠിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മൾ നമ്മുടെ താറാക്കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവർ അവസാനം അവരുടെ കൂട്ടത്തെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിനോട് ചേർന്ന് ഇവർ പ്ലസന്റ് വാലി എന്ന സ്ഥലത്ത് എത്തുകയാണ്. ആദ്യം കരുതിയിരുന്നത് അത് താറാവുകളുടെ സ്വർഗമാണെന്നാണ്. പിന്നീടാ മനസ്സിലാവുന്നത് ചൈന ടൗണിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഈ പ്ലസന്റ് വാലി. പെങ്ങാണെങ്കിൽ പറന്ന ആ വശത്തോട്ട് എത്തിയപ്പോഴാണ് ശരിക്കും ഈ പിള്ളേർ നടന്നു കയറിയത് ഒരു അപകടത്തിലേക്കാണെന്ന കാര്യം മനസ്സിലാവുന്നത്. ചിയയും ചോയയും അവിടുത്തെ ഷെഫ് ഇപ്പോൾ താറാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പിടിച്ചത് പെങ്ങ് കണ്ടു. പെങ്ങ് ഉടനെ തന്നെ ഈ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് വന്ന് ഈ പിള്ളേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് അവിടെയുള്ള ആ ഷെഫിനെ പേടിപ്പിക്കുകയും ചെയ്യാണ്. ഷെഫിനിട്ട് അടിയും കൊടുത്ത് ഇവർ വെളിയിലോട്ട് കടക്കാൻ നോക്കുമ്പോൾ അയാൾ വന്ന് ഡോർ അടയ്ക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ചോ ആവട്ടെ തീ ഉപയോഗിച്ചിട്ട് ഇയാളെ അവിടെ നിന്ന് ഓടിപ്പിച്ചു. അപ്പോഴേക്കും നമ്മുടെ പെങ്ങിനെ ഒരാൾ കൊണ്ടുപോയിട്ട് ഞണ്ട് റോസ്റ്റാ എന്നും പറഞ്ഞ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ പെങ്ങ് അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി. അങ്ങനെ അവിടെ കൂടിയിരുന്ന എല്ലാ താറാവുകളെയും ഇവർ തുറന്നു വിടുകയും ചെയ്തു, ഇവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷെ ചിയയും ചോയയും കാണുന്നില്ല. നോക്കുമ്പോൾ അവരെ ആ ഒറ്റക്കണ്ണം പൂച്ച പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പെങ്ങ് അവിടെ പോയിട്ട് അവനുമായിട്ട് ഗംഭീര ഫൈറ്റ് നടത്തുകയാണ്. ഫൈറ്റിനിടയ്ക്ക് നമ്മുടെ പിള്ളേര് ഈ ഒറ്റക്കണ്ണം പൂച്ചയുടെ വാലയിൽ കുറേ പടക്കം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ആ പടക്കത്തോട് കൂടിയിട്ട് അവിടെ മുകളിലോട്ട് പോകുന്നുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ പെങ്ങും കൂട്ടരും ആണെങ്കിൽ ചിരിക്കുകയാണ്. കാരണം അവൻ പോയി പൊട്ടിത്തെറിച്ചു. മുകളിൽ നമ്മുടെ ഒരു പൂച്ചയുടെ രൂപത്തിലുള്ള പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായി. രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ പെങ്ങ് അവരോട് നന്ദി പറയുമ്പോൾ നിങ്ങളോട് ഞങ്ങളാ നന്ദി പറയേണ്ടത്, ഞങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ എന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ താറാക്കുഞ്ഞുങ്ങൾക്ക് പോകാനായിട്ട് ഒരു സ്ഥലമില്ല. അതുകൊണ്ട് പെങ്ങിന്റെ കൂട്ടത്തിൽ അവരെ ചേർക്കാൻ വേണ്ടി പെങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഇവന്റെ കൂട്ടത്തെ കണ്ടുപിടിക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട്. പെങ്ങാണെങ്കിൽ ഒട്ടും നടക്കാൻ പറ്റാഞ്ഞ് കുഴഞ്ഞു വീഴുമ്പോൾ ഈ താറാക്കുഞ്ഞുങ്ങൾ നിങ്ങളെ വിട്ട് ഞങ്ങൾക്ക് പോകാൻ സാധിക്കില്ല, ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അത് നിങ്ങളാണിപ്പോൾ, ഞങ്ങൾക്ക് നിങ്ങൾ ഉപേക്ഷിച്ച് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയാണ്. പറക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്ന നമ്മുടെ താറാക്കുഞ്ഞുങ്ങളാവട്ടെ പെങ്ങിനെ എടുത്തുകൊണ്ട് അവനെ രക്ഷപ്പെടുത്താൻ പറക്കാനായിട്ട് ആരംഭിച്ചു. അധിക ദൂരമൊന്നും ഈ വെയിറ്റ് താങ്ങിയിട്ട് അവർക്ക് പറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരങ്ങനെ താഴോട്ട് പതിയെ ഇങ്ങനെ തളർന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പെങ്ങിന്റെ കൂട്ടം ഇത് കാണുകയും ജിഞ്ചിൻ വന്ന് നമ്മുടെ പെങ്ങിനെ പൊക്കിയെടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ചീയും ചോയും ജിഞ്ചിന്റെ കൂട്ടത്തോടൊപ്പം ഇവരുടെ ഈ ഒരു ഗൂസ് പക്ഷികളുടെ അടുത്തോട്ട് വന്ന് പറക്കുകയാണ്. അപ്പോഴാണ് കൊറ്റികൾ പറയുന്നത്, ആഹാ നിങ്ങൾ ഇങ്ങോട്ട് എത്തിയോ, നിങ്ങൾ ശരിക്കും കലക്കം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് പെങ്ങിന്റെ കൈയൊടിഞ്ഞ വിവരം അവർ ഇവരോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൈയൊടിഞ്ഞെങ്കിലും ഇവിടെ എത്തിച്ചേർന്നതിന്റെ പേരിൽ നമ്മുടെ ജിഞ്ചിന്റെ അച്ഛനായ ഈ ഗൂസ് പക്ഷികളുടെ
നേതാവ് വരെ നമ്മുടെ പെങ്ങിനെ അംഗീകരിക്കുന്നുണ്ട്. ജിൻജിനും പെങ്ങുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പെങ്ങ് പറഞ്ഞു, എനിക്ക് 2 കുഞ്ഞുങ്ങളും കൂടിയുണ്ട്, അവരാണ് ഈ ചീയും ചോയും. ഇവരെ കൂടെ നമ്മുടെ കൂട്ടത്തിലോട്ട് കൂട്ടാൻ നിനക്ക് താല്പര്യക്കുറവൊന്നുമില്ലല്ലോ, ഇവര് മാത്രം മതിയോ നിനക്ക് കുഞ്ഞുങ്ങളായിട്ട്? നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ടേ എന്ന് ജിൻജിൻ ചോദിക്കുമ്പോൾ പെങ്ങ് പറയുന്നുണ്ട്, അതൊരു 2 വർഷം കഴിഞ്ഞിട്ട് മതി, എനിക്കിപ്പോഴും അച്ഛനാവാനുള്ള പ്രായമായിട്ടില്ലേ എന്ന്. ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് 2018 പുറത്തിറങ്ങിയ ഡക് ഡക് ഗൂസ് എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുന്നത്. അഡ്വഞ്ചറസ് കാറ്റഗറി, കോമഡി കാറ്റഗറി ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും ഇത്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക കേട്ടോ. നല്ല അടിപൊളിയാണ്. കോമഡി എന്ന് പറഞ്ഞാൽ അപാര കോമഡിയാണ്. പെങ്ങിൻ്റെ ഓരോ ഡയലോഗും ഭയങ്കരമായിട്ടുള്ള കോമഡിയാണ്. സോ താല്പര്യമുള്ളവർ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാർക്ക്? ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുക കേട്ടോ. ഈ കഥയുടെ മെസ്സേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിവും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഉള്ളത് പലപ്പോഴും നമുക്ക് പണിയാവും. കോൺഫിഡൻസ് നല്ലതാണ്, പക്ഷെ ഓവർ കോൺഫിഡൻസ് നമ്മളെ പലപ്പോഴും അപകടങ്ങളിൽ ചെന്ന് ചാടിക്കും. അതാണ് പെങ്ങിൻ്റെ കഥയിൽ നമ്മൾ കണ്ടത്. നമ്മളെപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം എന്ന് പറയും, പക്ഷെ ഒരിക്കലും അത് കൺഫേം ആണ് എന്ന മട്ടിൽ നമ്മളൊട്ടും ശ്രമിക്കാതിരിക്കാൻ പാടില്ല. നമ്മുടെ കോൺഫിഡൻസ് ഒട്ടും ഓവർ കോൺഫിഡൻസ് ആയി പോകുന്നില്ലല്ലോ എന്ന് എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അധികമായി കഴിഞ്ഞാൽ അമൃതും വിഷമാണെന്ന് അറിയാലോ, അതുപോലെ തന്നെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 2ാമത്തെ തവണയാണ് പറയുന്നത്, ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയാം. നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കൊള്ളത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് തന്നെ പറയണം കേട്ടോ. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജെന്യുവൻ ആയിട്ട് പറയുമ്പോഴാണ് ഓരോ വീഡിയോയിലും നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ നമ്മൾ വീഡിയോക്കിടയിൽ ഹായ് പറയാറുണ്ട്, അതുപോലെ ബർത്ത്ഡേ വിഷസുകളും അറിയിക്കാറുണ്ട്. അപ്പോൾ വീഡിയോക്കിടയിൽ ഹായ് വേണ്ട കൂട്ടുകാർ കമൻസ് ആയിട്ട് നിങ്ങളുടെ പേരുകളിടാൻ മറക്കരുത് കേട്ടോ. കുറേ കൂട്ടുകാർ ചേച്ചി ഹായ് പറയൂ എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ പേരുകൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഹായ് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചുമ്മാ ഹായ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കേണ്ടവർ ബർത്ത്ഡേയുടെ 1 വീക്ക് മുൻപ് നിങ്ങൾ ബർത്ത്ഡേ എന്നാണ് വരുന്നതെന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്നയാളുടെ പേരെന്താണെന്നും പറയാട്ടോ. ഒത്തിരി നാളുകൾക്ക് ശേഷമുള്ള ബർത്ത്ഡേസ് ഇപ്പം തന്നെ അറിയിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. സോ ബർത്ത്ഡേ വിഷസുകൾ അറിയിക്കുന്നവർ ആ അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയിക്കുക. ഒരു 1 വീക്ക് മുൻപൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒത്തിരി ലോങ് ആയിട്ടുള്ള, അതായത് 2-3 മാസം കഴിഞ്ഞിട്ടുള്ള ബർത്ത്ഡേസൊക്കെ ഇപ്പം തന്നെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ സമയത്തേക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയി തന്നെ ഇരിക്കുക. ടാറ്റാ, ബൈ.